ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ തംബ്നെയിൽ വെച്ച് ഞാൻ അല്പം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത്, അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇതിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെയാ, നമുക്ക് വീഡിയോയ്ക്ക് പോയാലോ? സോ ദിസ് ഈസ് ദാസ്, യുവർ ഫേവറേറ്റ് ട്രേഡർ. ബിറ്റ്കോയിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ ഫോൾ തന്നുകൊണ്ടിരിക്കുക അല്ലേ? നമ്മളെല്ലാവരും കാണുന്ന പോലെ തന്നെ ബിറ്റ്കോയിൻ നമുക്ക് ആർക്കും പിടിതരാതെ ഫോൾ ആയിക്കൊണ്ടിരിക്കുക. സോ ഈ ഫോണിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ട്രേഡ് എടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഞാൻ ഒരു ഓർഡർ ബ്ലോക്ക് ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഒരു ട്രേഡും റൺ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ട്രേഡ് എങ്ങനെയാണ് ഞാൻ എടുത്തത്, എന്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ബിറ്റ്കോയിൻ നല്ല രീതിയിൽ ഫോൾ ആയി കിടക്കുന്നു. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഓവറോൾ ട്രെൻഡ് ബിയറിഷാന്ന് മനസ്സിലായി. അങ്ങനെ ബിറ്റ്കോയിൻ സെല്ല് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സെല്ല് ചെയ്യാൻ വേണ്ടി നല്ലൊരു സോണ് തിരഞ്ഞ് നടക്കുമ്പോഴാണ് 15 മിനിറ്റ്സ് ക്യാൻഡിലിൽ ഞാനൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചത്. സോ ഞാൻ വിചാരിച്ചു, ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് സെല്ല് പോവാം. അങ്ങനെ ആ ഓർഡർ ബ്ലോക്കിൽ ഞാൻ എൻ്റെ സെൽ എൻട്രി പ്ലേസ് ചെയ്തു. ലിമിറ്റ് ഓർഡറിലാണ് പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പോലും അറിയാതെ എൻ്റെ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും എൻ്റെ ഓർഡർ അവിടെ റൺ ചെയ്യുന്നു. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡെമോ ട്രേഡിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഡെമോ ട്രേഡിൽ ഞാൻ ഒരു BTC ആണ് സെല് ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് തന്നെ ഏകദേശം 350 USD വരുന്നുണ്ട്. ടാർഗറ്റായിട്ട് ഞാൻ എടുക്കുന്നത് 1200 USD ആണ്. റിയൽ ട്രേഡ് ചെയ്യുന്നവർ അവരുടെ റിസ്ക് മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള സെയിം ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. കാരണം റിയൽ അക്കൗണ്ടിൽ റിസ്ക് മാനേജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് മാറി നിന്നാലും കുഴപ്പമില്ല, ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും, ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. എന്തായാലും നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഞാൻ ഈ ഒരു ട്രേഡ് ഒരു 1 ഹവറിന് ശേഷം വന്ന് നോക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ 1 ഹവറിന് ശേഷം മാർക്കറ്റ് ചെറിയ രീതിയിൽ നമ്മളോട് ഫേവറബിൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് എല്ലാം തരുന്നുണ്ട്. സോ ഇതിനർത്ഥം ആ ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡാണ്. അവിടുന്ന് നല്ല രീതിയിലുള്ള റിജക്ഷൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ ഓർഡർ ബ്ലോക്ക് വാലിഡാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. മാർക്കറ്റ് നമുക്ക് ഫേവറബിളായിട്ട് നീങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടി നമ്മുടെ പൊസിഷൻ ഹോൾഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, മാർക്കറ്റ് റീസെൻ്റ് ആയിട്ടുള്ള ലോനെ ഒരു വലിയ വിക്ക് വെച്ചിട്ടാണ് സ്വീപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതിനർത്ഥം ആ വിക്കിൻ്റെ താഴെ ഒരുപാട് റീറ്റെയിലർ ബയേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. സോ മാർക്കറ്റ് ആവശ്യം എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ മാർക്കറ്റിന് താഴത്തേക്ക് വന്നേ പറ്റൂ. ഇത് മാത്രമല്ല കേട്ടോ ബിറ്റ്കോയിൻ ഫാൾ ആവാനുള്ള റീസൺ, അത് വേറെയും ഒരുപാടുണ്ട്. ഇപ്പോൾ റീസണായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ഒരു കേസ് ഫയൽ പുറത്തുവിടുണ്ടായി. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു ബില്യനെയറിൻ്റെ കേസ് ഫയലായിരുന്നു ഇത്. പക്ഷേ ഈ കേസ് ഫയൽ ബിറ്റ്കോയിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ? എപ്സ്റ്റീൻ ഫയൽസിൽ ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആൾ ദ ക്രിയേറ്റർ, BTCയുടെ ക്രിയേറ്ററായ സതോഷി നക്കാമോട്ടോ എന്ന് പറയുന്ന ആൾക്ക് മെയിൽ അയച്ചതായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് പുറത്തുവിട്ടു. ഈ ഒരു ന്യൂസാണ് ബിറ്റ്കോയിനെ വളരെയധികം എഫക്റ്റ് ചെയ്തത്. എപ്സ്റ്റീനാണ് ബിറ്റ്കോയിൻ്റെ ക്രിയേറ്റർ എന്നുള്ള റൂമേഴ്സ് വരെ സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും എല്ലാം പെട്ടെന്ന് തന്നെ സ്പ്രെഡായി. ഇതുപോലുള്ള റൂമേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വളരെ വലിയ ഭീതിയാണ് സ്പ്രെഡ് ചെയ്തത്. സോ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ബിറ്റ്കോയിന്ന് റിട്ടേൺ എടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാതെ തന്നെ പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടാകാനുള്ള കാരണം. ഇതുപോലെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇതുപോലെ മാർക്കറ്റിൻ്റെ ട്രെൻഡും സെൻറ്റിമെൻറ്റ്സും തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രേഡ് എടുക്കാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടോ? ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായി ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കൂ.
മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്, അടിച്ചിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും ട്രേഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിൽ വരുന്ന എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ.